നമസ്കാരം. ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭയിൽ നാടകീയ മുഹൂർത്തങ്ങൾ. വാക്പോരുമായി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പോരടിച്ചതോടെ അപ്രതീക്ഷിത സാഹചര്യമാണ് സഭയിൽ ഉടലെടുത്തത്. അസാധാരണമാംവിധം പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് പ്രതിഷേധിച്ച് കയറി. ബാനർ കെട്ടി പ്രതിഷേധിച്ചു. ഇതോടെ അന്തരീക്ഷം കലുഷിതമായി. തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തോടെയാണ് സഭ ഇന്ന് ആരംഭിച്ചത്. പ്രതിപക്ഷം നൽകിയ നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്രമില്ലാതാക്കിയ നടപടി യാതൊരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യാതൊരു പക്ഷപാതമായ ഒരു നടപടിയും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. തദ്ദേശ പ്രാതിനിധ്യമുള്ള വിഷയങ്ങൾക്ക് മാത്രമാണ് നക്ഷത്രം ഒഴിവാക്കിയതെന്നും ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇതോടെ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം തുടർന്നു. ആർക്കു വേണ്ടി സ്പീക്കറെ, സ്പീക്കർ രാജിവെക്കണം തുടങ്ങിയ വിളികളുമായി പ്രതിപക്ഷം സ്പീക്കർക്കെതിരെയും പ്രതിഷേധം കടുപ്പിച്ചു. മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിനായി എഴുന്നേറ്റപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം വെളിതുറന്നു. ഇതിനിടയിൽ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്തെത്തി. അദ്ദേഹത്തിന്റേത് നിലവാരമില്ലാത്ത പരാമർശങ്ങളാണ് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇതോടെ പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. താൻ നിലവാരമില്ലാത്തവനാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്റെ നിലവാരം അളക്കാൻ മുഖ്യമന്ത്രി ആയിട്ടില്ല. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പോലൊരു അഴിമതിക്കാരനാകരുതേ താൻ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി. ഇതിന് വീണ്ടും മുഖ്യമന്ത്രി മറുപടി നൽകിയതോടെ സഭയിൽ പ്രതിപക്ഷ ബഹളം കടുത്തു. പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ അടുത്തേക്ക് പ്രതിഷേധവുമായി നീങ്ങി. കസേരയ്ക്ക് സമീപത്തേക്ക് ചാടിക്കയറുകയായിരുന്നു. മാത്യു കുഴനാടൻ, അൻവർ സാദത്ത്, IC ബാലകൃഷ്ണൻ എന്നിവരാണ് കസേരയ്ക്ക് അടുത്തേക്ക് കയറിയത്. തുടർന്ന് സ്പീക്കർ ഡയസിന് മുന്നിൽ ബാനർ കെട്ടി. പ്രതിഷേധം കടുത്തതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. നിയമസഭയിലെ നാടകീയ രംഗങ്ങൾക്ക് പിന്നാലെ സർക്കാരിനും സ്പീക്കർക്കുമെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയാവാൻ ശ്രമിക്കുകയാണെന്നും സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നോട് അനാദരവ് കാട്ടിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. സ്പീക്കറുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ജനാധിപത്യപരമല്ലാത്ത സമീപനമാണ് ഉണ്ടായത്. 49 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് രാജ്യ സംസ്ഥാന താൽപര്യങ്ങളെ മുൻനിർത്തി ഞങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ട് കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറുടെ ഓഫീസും ഗൂഢാലോചന നടത്തി അവ നക്ഷത്ര ചിഹ്നമില്ലാത്തവയാക്കി, വി ഡി സതീശൻ പറഞ്ഞു. സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിൽ ചെന്ന് ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ അങ്ങനെ അല്ലാതാക്കിയത്. നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത നിലയിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളമുണ്ടായത്, പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ആ ബഹളമുണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അനാദരവോടെ സംസാരിച്ചു. അതിന് ഞാൻ തിരിച്ചു പറഞ്ഞു, ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ആ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സതീശൻ ചോദിച്ചു. ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യങ്ങൾ മാറ്റിയത് സ്പീക്കറാണ്. അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് സ്പീക്കർ ഇങ്ങനെ ചെയ്യുന്നത്. അപക്വമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ആദ്യമായിട്ടാണ് ഒരു സ്പീക്കർ ഇങ്ങനെ പറയുന്നത്. അപക്വമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പെരുമാറ്റം. ആദ്യമായിട്ടാണ് ഒരു സ്പീക്കർ ഇങ്ങനെ പറയുന്നത്. അത് സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല. ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ സംവാദം, അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടിവിയിൽ നിന്ന് നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടിവിയിൽ നിൽക്കുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സഭാ ടിവി? വി ഡി സതീശൻ വീണ്ടും ചോദിച്ചു. എത്ര ഏകാധിപത്യപരമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്? പിണറായി വിജയൻ നരേന്ദ്രമോദിയാകാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെക്കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരൻ ആവരുതെന്നും ആ നിലവാരത്തിലേക്ക് താഴരുതെന്നുമാണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഈ വിഷയങ്ങൾ ഇനിയും ഉയർത്തും. മലപ്പുറം മുഴുവൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന സ്ഥലമാണ്. ഹവാല പണം ഇറങ്ങുന്ന സ്ഥലമാണ്. ആ പണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഈ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി PR ഏജൻസികളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാതെ ഡൽഹിയിലെ ദേശീയ മാധ്യമങ്ങളിൽ മുഴുവൻ പ്രചരിപ്പിച്ചു, അദ്ദേഹം ആരോപിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും വിഷയത്തിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. കഴിഞ്ഞ ഒരു മാസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ പ്രതിപക്ഷം വളരെ വ്യക്തമായി സഭയിൽ ഉന്നയിക്കുന്ന ആദ്യത്തെ അവസരം ചോദ്യങ്ങളാണ്. ഒരിക്കലും അടിയന്തര പ്രമേയമല്ല. അതിന് പ്രാധാന്യം കുറയ്ക്കാനാണ് നക്ഷത്ര ചിഹ്നമല്ലാത്ത ചോദ്യങ്ങളാക്കി ഇവയെ മാറ്റിയതെന്ന് കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് സർക്കാർ ശ്രമിച്ചത്. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളൊക്കെ മലപ്പുറം എന്ന വാക്കുപോലും ഒരു മോശം രീതിയിൽ ഉന്നയിക്കുകയാണ്. കേരളത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ BJP പറയുമ്പോൾ മലപ്പുറത്തെ ഇവരും അങ്ങനെ തന്നെ ഉന്നയിക്കുകയാണ്, അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രചാരണത്തെ ചോദ്യം ചെയ്തുള്ള ചോദ്യങ്ങളാണ് സഭാതലത്തിൽ നിന്ന് മാറ്റിയത്. സ്വാഭാവികമായി ഇത് സ്പീക്കറോടാണ് ചോദിക്കുന്നത്. സ്പീക്കർ സ്വന്തം ഇഷ്ടത്തിന് മാറ്റുന്നതല്ല. സർക്കാരാണ് ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയത്. സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങുക എന്നത് ഒരു അസാധാരണ സംഭവമല്ല, അദ്ദേഹം ചൂണ്ടിക്കാട്ടി.